ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കണ്ട, ബോട്ടുകൾ കിടക്കണ കണ്ട. ഈ ബോട്ടിൽ കയറാൻ ഒരു ടീമായിട്ടാണ് പറ്റുന്നത്. എത്ര 10 പേർക്ക് എന്തോ ഇല്ലേ, 10 പേർക്ക് എത്ര 15 പേർക്ക് 1500 2000 രൂപയാണ്. അവിടെ റേറ്റുണ്ട്, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ റേറ്റുണ്ട്. എത്ര ദൂരം പോകും എന്ന് അറിഞ്ഞൂടാ. ഇതൊരു കായലാണ് കണ്ട, 2 റൗണ്ട് കറങ്ങുമായിരിക്കും. അത് പാലം, അവിടെ കൂടെയാണ് ബസ്സൊക്കെ പോണത്. പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ട്, അതുപോലെ അങ്ങ് കടലാണുണ്ടാ, ആ കടലിൻ്റെ അവിടെയാണ് പുഴ മുറിക്കുന്നത്. ഈ കടലും കായലും കൂടെ ഒരുമിച്ച് ചേർക്കുന്നത് അവിടെയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒന്നിക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ബോട്ടിങ് കണ്ട, ബോട്ടിങ് ഇതോ പോണ്. കുറേ ദൂരം പോകുമായിരിക്കും. നമ്മൾ ബോട്ടിങ്ങിന് പോകണില്ല, ബോട്ടിങ്ങിന് പോകാൻ ആരുമില്ല. നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി. പയ്യന്മാരൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ പോയി അടിച്ച് പൊളിച്ച് സെറ്റാക്കി വരാം, നല്ല. അതെ, അപ്പം ഇന്നത്തെ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകളാണ്. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് ചുറ്റി ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളെല്ലാം കാണാം. ഓക്കെ, ആ പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് ഒരു റൗണ്ട് അടിച്ച് കറങ്ങിയതാ പറഞ്ഞു ബോട്ട് കണ്ട. നല്ല രസമായിരിക്കും ഇതേപോലെ ബോട്ടിൽ പോകാൻ. ഇവിടെ 2-3 ബോട്ടൊക്കെ കിടക്കണം, 2 ബോട്ട് കിടക്കണം ഇവിടെ. ആളില്ല, അതുകൊണ്ടാണ് ഒരു ബോട്ടിലായിട്ട് പോണത്. ഈ ബീച്ചിൽ ഇപ്പോഴും തിരക്ക് കുറവാണ്. വൈകുന്നേര സമയമായി പറഞ്ഞതേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് തിരക്കില്ലാത്ത. വൈകുന്നേരം ആകുമ്പോൾ തിരക്ക് കാണും. ഇതുപോലെ സ്പെഷ്യൽ ബോട്ടിങ്ങൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട. സ്പീഡ് ബോട്ടാണിത്, സ്പെഷ്യലായിട്ട് നമ്മളെ വേളയിൽ ഇതേപോലെ പ്രൈവറ്റ് ബോട്ടൊക്കെ കിട്ടും കേട്ടാ. നമുക്ക് ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ സ്പീഡ് ബോട്ടാണ് അത് പറന്ന് പോകണം കേട്ടാ. ആ ബോട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഇതേപോലെ പ്രൈവറ്റായിട്ട് പോവാം. ഇതോ പോകണം, പറന്നങ്ങ് പോകണം. മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് ടീമായിട്ട് പോകുമ്പോഴുള്ള ബോട്ടാണ്. അതൊക്കെ ഒരു 10-15 പോകാൻ പറ്റുന്ന ബോട്ട്. നമ്മളിപ്പോൾ കണ്ടത് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പോണ ബോട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. സൂപ്പർ, ഇതേപോലത്തെ ബോട്ടൊക്കെ എടുക്കണം, വറുത്തായിരിക്കും സ്പീഡ് ബോട്ട്. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഒരു ട്രെയിനുണ്ട്, സോളാർ ലോറിന ട്രെയിനാണിത് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അതിൻ്റെ ട്രാക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ സ്റ്റേഷൻ എന്തോ ലൊങ്ങാണ്, അവിടെയാണ് അതിൻ്റെ സ്റ്റേഷൻ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്, ഇഷ്ടംപോലെ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ. ഇവിടെ ഈ താളത്ത് ഈ ട്രെയിനിൽ പോകാൻ നല്ല രസമായിരിക്കും. ഞാൻ പോയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാളം, ടോയ് ട്രെയിനിൻ്റെ പാളം. അത് ഇതുവഴി വന്ന് ഒരു പാലത്തിൻ്റെ പുറത്തൂടെയാണ് പോകണത് കേട്ടോ. നല്ല അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ളൊരു പാലം. ആ പാലത്തിൻ്റെ പുറത്തൂടെയാണ് പോണത്. നല്ല രസമായിരിക്കും. ഇത് എവിടെ ചെന്നാണെന്തോ വളയണത് അന്ന് എനിക്കറിയാം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. ഒന്ന് റിവേഴ്സ് വരുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ വളയ്ക്കേണ്ട സെറ്റപ്പൊക്കെ കാണും, നോക്കാം. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. വെള്ളത്തിൽ മുകളിൽ പൊങ്ങി കിടക്കണം, ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇങ്ങനെ പുറത്തൂടെ നടന്ന് അപ്പുറത്ത് നമുക്ക് കടലിൻ്റെ അടുത്ത് പോകാൻ പറ്റും. ഇതിൻ്റെ പുറത്തൂടെ നടന്ന് അപ്പുറത്തെ കടലിൻ്റെ അവിടെ പോകാൻ പറ്റും നമുക്ക്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പുറത്തൂടെ നടക്കാം. ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്ത് ഇതേപോലത്തെ ഒരു നിഗൂഢമായ സ്ഥലമുണ്ട് കണ്ട. മൊത്തം കാടൊക്കെ പിടിച്ച് ഒരു നിഗൂഢമായ സ്ഥലം. സോളാർ ലോറിന ട്രെയിനാണ് ഈ പറഞ്ഞത്, ടോയ് ട്രെയിനാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇതിൽ കയറുമ്പോൾ നല്ല രസമായിരിക്കും കണ്ട. ടോയ് ട്രെയിൻ
കൊള്ളാം, നല്ല അടിപൊളി ട്രെയിൻ, നല്ല ലോക്കോയാണ്. ബാങ്കിലോട്ട് തേങ്ങയില്ലേ? കൊച്ചു പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്കും കയറാം ഇതിനകത്ത്. സോറി, കണ്ടോ ഇതിൽ കറണ്ടുണ്ടോ എന്തോ? സോളാറിലാണ് ഇത് വർക്ക് ചെയ്യണത്. ഞാൻ നേരത്തെ കാണിച്ച ആ പാലത്തിനകത്ത് കയറണുണ്ടോ? ഇതങ്ങ് പോയിട്ട് ഇനി തിരിച്ചു വരും. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കുലുക്കമുണ്ട്, ചെറുതായിട്ട് കുലുക്കമുണ്ട്. അത്യാവശ്യം കുലുക്കമുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവൻ കുലുക്കാന്ന് പറയണ്. പൊത്ത് താഴെ പോയാൽ വെള്ളത്തിനകത്ത് പോവും. എൻ്റെ നടുക്കൂടെ ഒരു തിലാവുണ്ട്, ആ തിലാത്തിൻ്റെ പുറത്തൂടെ നടക്കാം. കൊള്ളാം കേട്ടാ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ പല വല്ലം ചത്തിരിക്കണമെങ്കിൽ പൊത്തങ്ങ് താഴെ പോവും. മൊത്തം വെള്ളം കുടിച്ച് കയറാം. മറ്റേ ബ്രിഡ്ജ്, ട്രെയിന് പോണ ബ്രിഡ്ജ്. നമ്മളങ്ങ് വെള്ളത്തിൽ പോയാലൊന്നും അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് തോന്നണത്. രക്ഷപ്പെടുത്തുമായിരിക്കും ആരെങ്കിലും, അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോഡലാണോ ഒറിജിനലാണോ എന്നറിയത്തില്ല. എയർഫോഴ്സിൻ്റെ ഒരു അടിപൊളി വിമാനമാണ്. എന്താ സൂപ്പറല്ലേ? ഈ വേളയിൽ നമ്മൾ നേരത്തെ കണ്ട കായലുണ്ടല്ലോ, ആ കായൽ ഇതുവരെ ഉള്ളൂ. പിന്നെ പൊഴിമുറിക്കണം എന്ന് പറയും. ഈ കായലും കടലും കൂടെ ചേർക്കണത്. അത് ഇവിടെ കായലിൽ വെള്ളം നിറയുമ്പോഴാണ് ഇവിടെ പൊഴിമുറിക്കുന്നത്. പൊഴിമുറിക്കുമ്പോൾ ഈ കായലിലെ വെള്ളം എല്ലാം കടലിലോട്ട് പോകും. ഇപ്പോഴത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ കായലിലെ വെള്ളം. പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട്, കുതിരയൊക്കെ വെക്കണണ്ട. കുതിര സവാരി ഉണ്ട്. ഇവിടെ വിശാലമായ കടലാണ്, കണ്ട. അറബിക്കടലാണ്, അറബിക്കടൽ. ഇത്രയാണ് ഇവിടെ ഈ ബീച്ച്. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ബീച്ച്. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്, കണ്ട. ഇവിടുത്തെ ഒരു ചെറിയൊരു വില്ലേജാണ്. വില്ലേജിലുള്ളവരാണ് നടത്തുന്നത്. ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് ഇവിടെ ഇതൊക്കെ നടത്തുന്നത്. കണ്ടത്, അവിടെ ഗെയിംസ് പാർക്കാണ്. ഇവിടെ ചായ, വട അങ്ങനത്തെ കിട്ടും. ഇവിടെ ഉണ്ട്, കണ്ട. ഇതാണ് കായലിൻ്റെ അവസാനം. ഇവിടെയാണ് പൊഴി മുറിക്കുന്നത്, കണ്ട. കാരണം ആ മണൽ മാറ്റുമ്പോൾ കടലും കായലും കൂടെ ഒരുമിക്കും. അവിടെയാണ് പൊഴി മുറിക്കുന്നത്. ഈ കായൽ ഇങ്ങനെ എടുക്കുന്നുണ്ടോ? സ്പീഡ് ബോട്ടൊക്കെ ഇതുവഴിയാണ് പറഞ്ഞതോ, കണ്ട. സ്പീഡ് ബോട്ട് പോണത് നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് കായലിൻ്റെ അരികിലിങ്ങനെ നിൽക്കാൻ നല്ല തണുത്ത കാറ്റും ഒരു ശാന്തതയുണ്ട്. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.